ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഓണപ്പരിപാടി ഉണ്ട്. ചുമ്മാ പറഞ്ഞ ഓണപ്പരിപാടി എന്ന് വെച്ചാൽ എല്ലായിടത്തും കയറി നക്കുക അല്ല, നമ്മളെ ഒരു 3-4 ടീം ഗസ്റ്റ് ആയിട്ട് വിളിച്ചിരിക്കുന്നു. നമ്മളുടെ യൂസഫ് അലി സാർ പോലെ വിളിച്ചിട്ടുണ്ട്. 2 ലുലു, ഒന്ന് മലാസ് ലുലു, ഒന്ന് മുറബ ലുലു. ചീഫ് ഗസ്റ്റ് ഞാനാണ് കണ്ടൊക്കെ പറയും. പിന്നെ തളർത്തുക, അതാണ് മെയിൻ. പിന്നെ നമുക്ക് പോയേക്കാം. പിന്നെ ഒരു കാര്യം, എത്ര കിലോമീറ്റർ ഉണ്ട്? 16 കിലോമീറ്റർ. പിന്നെ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞത്, റൂമില് നമ്മളെ ഒരു ചങ്ങായി ഉണ്ട്, ഫാഗിസ് എന്ന് പറഞ്ഞിട്ട്. അവൻ ബുധനാഴ്ചയാണ് തായ്ഫിൽ ജോലിക്ക് പോയ. നോട്ട് ദിസ് പോയിന്റ് പറയണ, തായ്ഫിൽ ജോലിക്ക് പോയിട്ട് ഞങ്ങൾ വെറുതെ പറഞ്ഞ് വെള്ളിയാഴ്ച 5 ഓണമുണ്ട്, 5 ഇടത്ത് സദ്യ കഴിക്കാൻ പായസം കുടിക്കാന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ ജോലിയും ഒഴിവാക്കി വയറും കാലിയാക്കി വന്നിരിക്കണം ഒരു ക്ലാപ്പൻ എന്തോക്ക് ബാക്കിലിരിക്കണേ. കാണിക്കാൻ വേണ്ടിട്ട് ചിരി നോക്കും. തിരിച്ചടാ. ഓനങ്ങട്ട് മറ്റേ എന്താ പറയാ, എന്തോ പെണ്ണ് നോക്കാൻ ഇങ്ങനൊന്നല്ല. അറബിയാണ് കിടക്കണ കണ്ടിട്ടുണ്ടാ? അവൻ വെറുതെ ക്യാമറ ഓൺ ആക്കും, അവന്മാർ എന്തെങ്കിലും സംസാരിക്കും. I love you Arab, I love you Arbab, I love you so much Arbab. ലാസ്റ്റിൽ എന്താ അവൻ പിടിച്ച് വെള്ളത്തിൽ തല്ല്. I hate you in the hell, you are snake. മറ്റേ ഒരു പൊക്കം കുറഞ്ഞവരുടെ you are snake. നല്ല രസമുണ്ട് അത് കാണാന്. അതാര്? ഹിന്ദിക്കാരനാണ്, പാകിസ്ഥാനിയാണ്. ചളിഞ്ഞ കോമഡി കേട്ട് ചളിഞ്ഞ കോമഡിയാണ് സത്യ. ആ ഇൻസ്റ്റാഗ്രാമിന്റെ പേര് അറിഞ്ഞൂടാ. കാണിക്കാൻ അറിയുമ്പോ അറിയാല്ല. അത് വേറെ. അപ്പൊ ഇന്ന് പോയിട്ട് ഇപ്പൊ എന്താ ആദ്യം എന്റെ ഇപ്പൊ ഞമ്മളിപ്പോ പോണതൊന്ന് എന്റെ വീട്ടിന്റെ നേരെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു ചേട്ടനാണ്. നല്ല കാര്യമാണ്. എന്റെ സുഹൃത്തും എന്റെ മോൻ ട്യൂഷന് പോകുന്ന അവിടെയാണ്. കളിക്കൂട്ടുകാരൊന്നുമില്ല. അപ്പൊ പുള്ളി വലിയ 50 വയസ്സൊക്കെ ഉണ്ട് പുള്ളി. പുള്ളി നല്ല കാര്യമാണ്. ഇവിടെ നല്ല ഉറപ്പായിട്ട് വരണം, ചങ്ങായിമാരെ കൂടിയിട്ട് വന്ന്. അപ്പൊ ആര് സ്നേഹത്തോടെ വിളിച്ചാലും നമുക്ക് എന്ത് ജോലി ചെയ്യുന്നാലും അവിടെ പോയിട്ട് കഴിച്ചില്ലെങ്കിൽ പ്രശ്നമില്ല. പോയി ഒരു മുഖം കാണിക്കുമ്പോൾ അവർക്കൊരു സന്തോഷമുണ്ട്. അതുകൊണ്ട് ഫോണ് മുഖം കാണിക്കണേ. ഒന്ന് അവർ പുഷ് ചെയ്താ കഴിക്കെന്ന് പറഞ്ഞ് നമുക്ക് കഴിക്കാം. ഓക്കെ, അങ്ങനൊന്നുമില്ല. പോയോടെ പൊട്ട് കഴിക്കാം. തേടി വരും എനിക്ക് 2 ഫോട്ടോ മുണ്ട് കൊടുത്ത് 2 ഫോട്ടോയും മറ്റേ ഈ പാട്ട് നാണം കൊണ്ട് ആ പാട്ടിൽ 2 പാട്ട് അന്ന് എടുത്തില്ല. അതെടുത്തന്നിട്ട് നീ എവിടെ വേണമെങ്കിൽ പോയിക്കോ. ഏത് മൂഡ് അല്ല, അത് എല്ലാരും ഏത് മൂഡ് എല്ലാരും വന്നിട്ട് ഞാൻ പോയി ചോദിക്കും ഒരാളടുത്ത് ഏത് മൂഡ് വേറെന്തെങ്കിലും മാറ്റി ഗ്രൂപ്പിലുള്ളതാടാ എല്ലാരും കൂടെ അന്ന് കഴിഞ്ഞ ഓണത്തിന് നമ്മൾ ചെയ്തില്ലേ കരിമിഴി എഴുതിയ കനവല്ലേ, അതേപോലെ ആ കട്ടല്ല ഞാൻ നീ വീഡിയോ എടുത്തോണ്ടാണ് ഇരിക്കണ. കൊറോണന്റെ മൂഡ് നോക്കി പ്രവാസന്റെ മൂഡ് പോലെ ഇരിക്കുന്നു. കാറിലിപ്പോ 100-120 പോയ സ്ഥലത്ത് നീ എന്ത് കാറിലാ പോയാ? ഞാൻ മക്കത്തേക്ക് പോയപ്പോഴാ. ഇവിടുന്ന് കാറിലാ പോയാ? ഇവിടുന്ന് ബസ്സില്. അവിടുന്ന് തായ്ഫിന്ന് മക്കത്തേക്ക് പോയി. മക്കത്തേക്ക് പോകുമ്പോ അവിടുന്ന് മറ്റേ പോയിട്ട് മക്കയും പോയിട്ട് സൗദി പട്ടണത്തിലെ അതിമനോഹരമായ കാലാവസ്ഥയിലൂടെ സഞ്ചരിക്കുന്ന അതിമനോഹരമായ കൊറോണയുടെ ഡിക്കിയുടെ മൂട് നാട്ടില് അനിത്ത്, സൗദിയിലെ അനസ്. നല്ല ചീറ്റിലല്ല വൈബർ കേടായി. സദ്യ 1. ഹലോ ഗൈസ്, മൊത്തം ഇന്ന് ടോട്ടലി 5 സദ്യ ഉണ്ട്. ഇത് ആദ്യത്തെ സദ്യയാണ്.
വിത്ത് ഫുൾ ബോയ്സ് ബാച്ചിലറല്ല അമ്മച്ചമാരൊക്കെ ചാപ്പന്മാരൊക്കെ ഉണ്ട്, നോക്കിക്കോളി. മോണ്ടിയുടെ തിന്നൊക്കെയുണ്ട്. മോണ്ടിയുടെ ഇതുണ്ടല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ട്. വേറെ എന്തെങ്കിലും അവിടെ കാണില്ലല്ലോ, ചെയ്യും. അതൊക്കെ തിന്നാൻ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നു. ഇവനെ ഈ മുക്കുന്ന ആ മുക്ക പോണേ തീറ്റ. മുഷ്കിലാ നല്ല മൂടാ. എന്ത് നല്ല മൂടായി വരുമായിരുന്നു പാട്ട് പോയത്. നമ്മൾ ഗൾഫിലത്തെ ഓണം അത് ഇത് 2000 പേര് താമസിക്കുന്ന വലിയൊരു ക്യാമ്പാണ്. അവിടെ നമ്മളൊരു വൈബ് ചേട്ടൻ ഉണ്ടായിരുന്നു, കുറച്ച് നേരത്തെ ഡാൻസ് ഒക്കെ കളിച്ച് ആ വീഡിയോ വരും, പുള്ളിൻ്റെ അടുത്ത് ചോദിച്ചു നോക്കാം. ഹായ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്മ അറിഞ്ഞ ഓണാശംസകൾ. അപ്പോ കുറച്ച് പ്രശ്നങ്ങൾ റോളി ആ ചെയ്തോ, ഓക്കെ അല്ലേ? ജിങ്കി ദിക്കാ ജിങ്കി ദിക്കാ ജിങ്കി ദിക്കാ ജിങ്കി ഫേസ് ഡിറ്റക്ഷൻ ആയിട്ടാ മികച്ച ഫോട്ടോഗ്രാഫർ, വീഡിയോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ. പിന്നെ സദ്യ ഒന്ന് കഴിച്ച്, രണ്ടാമത് സദ്യ, രണ്ടാമത്തെ പ്രോഗ്രാം. ഓക്കെ, ദാസേട്ടൻ കോഴിക്കോട് പൊളിക്കല്ലേ? അപ്പോൾ പൊളിക്കാം. അപ്പോൾ എന്താണ് അറങ്ങറ പോലെ എന്നാ ഡബിൾ പവർ അത്ര ഉള്ളു. രണ്ടാം സദ്യ നമ്മൾ കഴിക്കണമെന്നില്ല, അല്ലാതെ നമ്മൾ വെറുതെ ഡിമാൻഡോടെ ഇരുന്നാണ്. ഇവിടെ ശരിയായ വിധിഞ്ഞുണ്ട്, കാണിച്ചു തരാം. രണ്ടാമത്തെ പന്തി രണ്ടാമത്തെ ഭാഗം കഴിക്കാൻ വേണ്ടി എന്താണ് ഒരു സ്ഥലത്ത് ചോറ് കഴിക്കാൻ പോയ അവിടുത്തെ ചട്ടിയിലെ ചോറ് മൊത്തം വലിച്ചു നക്കി ഇലയെ തിന്ന ഇവിടെ നിന്ന് ചോറ് കഴിക്കണം. ഇന്നെ കുടിച്ചിട്ടാണ്.
പരിപാടി പടത്തില്ലടാ, അടിച്ച് പൊളിച്ചില്ല നമ്മള്. ആറ് പരിപാടി എന്ന് പറയണ്ട, 6 സദ്യ കയറ്റിന്ന് പറയാം. വയറ് കണ്ടാലേ പറയാം. എന്നാലും നമ്മള് റിയാദിൽ ഇമ്മാനെ ആരണ്ട പടച്ചിട്ടുള്ളത്? ആരുമില്ല, ഒരു ടീമില്ല. നമ്മളാണ് 6 പരിപാടി കാലത്തോട്ട് വൈകുന്നേരം അങ്ങോട്ട് പടച്ചത്. എന്തിന്റെ പരിപാടിയായിരുന്നു? ലാസ്റ്റ് വട്ടംവലി ഉണ്ടല്ലോ, വട്ടംവലി അതുവരെ വലിച്ചിട്ട് വിട്ടത്. ബീച്ച് ഓഫ് റിയാദ് എന്ന് പറഞ്ഞാൽ നോക്കിയടാ, ഞങ്ങള് പടയ്ക്കും പറഞ്ഞ പടയ്ക്കും. റിയാദ് ഞങ്ങൾ എടുക്കും. പൊള്ളിയാണ് കേട്ടോ, പൊള്ളി. എപ്പിസോഡൊക്കെ വരും. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് കൂടെ അടിക്കുക. അത് മാത്രല്ല, ബീച്ച് ഓഫ് റിയാദിന്റെ ഇൻസ്റ്റഗ്രാം പേജ് നിങ്ങൾ ഫോളോ ചെയ്യണം. അടുത്ത് ഞങ്ങളെ വരുന്നത് പട്ടാക്കം പൊട്ടിക്കുന്ന പരിപാടികളാണ്. റിയാദ്, we are fire.